യുക്രൈൻ സമാധാന ചർച്ചകളിൽ നിന്ന് യുഎസ് പിന്മാറി. റഷ്യയും യുക്രൈനും തമ്മിലുള്ള ചർച്ചകളിൽ ഇനി മധ്യസ്ഥത വഹിക്കില്ലെന്ന് അമേരിക്ക അറിയിച്ചു. റഷ്യയും യുക്രൈനും നേരിട്ട് കൂടിക്കാഴ്ച നടത്തി സംഘർഷം പരിഹരിക്കണമെന്നാണ് യുഎസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം ലോകത്തിലെ 8 ബില്യൺ ആളുകളിൽ ഡൊണാൾഡ് ട്രംപ് അല്ലാതെ മറ്റാർക്കും ഒരു കരാറുണ്ടാക്കാൻ കഴിയുമായിരുന്നുവെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസ് അഭിപ്രായപ്പെട്ടു. കരാറിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരു സമാധാന പരിഹാരം നിർദ്ദേശിക്കുക എന്നതാണ്. എന്നാൽ സമാധാനത്തിനുള്ള മറ്റ് നിബന്ധനകൾ എന്താണെന്ന് ഇപ്പോൾ ഓരോ കക്ഷിക്കും അറിയാമെന്നതിനാൽ അത് റഷ്യയുടെയും യുക്രൈന്റെയും ഉത്തരവാദിത്തമായിരിക്കും. ഒരു കരാറിലെത്തുകയും ക്രൂരമായ സംഘർഷം അവസാനിപ്പിക്കുകയും ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്തമായിരിക്കുമെന്നും ജെ.ഡി. വാൻസ് കൂട്ടിച്ചേർത്തു. റഷ്യയും യുക്രൈനും വ്യക്തമായ നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കണം. ചർച്ചകളിൽ സംഭാവന നൽകുന്ന രീതികൾ മാറ്റേണ്ടതുണ്ട്. യുഎസ് സഹായം തുടർന്നാലും മധ്യസ്ഥത വഹിക്കാൻ അമേരിക്ക ഉണ്ടാകില്ലെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. ഈ മാറ്റത്തിന് നമ്മൾ എങ്ങനെ സംഭാവന നൽകുന്നു എന്നതിന്റെ രീതിശാസ്ത്രം നമ്മൾ മധ്യസ്ഥർ ആകില്ല എന്നതാണ്. ചെയ്തു നൽകുന്ന സഹായങ്ങൾക്ക് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. പക്ഷേ മീറ്റിംഗുകളിൽ മധ്യസ്ഥത വഹിക്കാൻ പോകുന്നില്ല. ഇരു കക്ഷികളും തമ്മിലുള്ള സംഘർഷം എങ്ങനെ അവസാനിക്കും എന്നതിനെക്കുറിച്ച് വ്യക്തമായ ആശയങ്ങൾ അവതരിപ്പിക്കാനും വികസിപ്പിക്കാനുമുള്ള സമയമാണിത്. അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് യുഎസ് വക്താവ് അറിയിച്ചു. യുക്രൈനുമായുള്ള ധാതു കരാറിനെ തുടർന്നാണ് യുഎസിന്റെ പിൻവാങ്ങൽ. ഏപ്രിൽ 30-ന് യുഎസും യുക്രൈനും അപൂർവ ധാതു കരാറിൽ ഒപ്പുവെച്ചു. യുഎസിന് യുക്രൈന്റെ നിർണായക ധാതുക്കളിൽ ആക്സസ് നേടാൻ അനുവദിക്കുന്നതാണ് ഈ കരാർ. കരാറിന് ശേഷം യുക്രൈനിലേക്ക് ആദ്യ റൗണ്ട് ആയുധങ്ങൾ എത്തിക്കാൻ ട്രംപ് അനുവദിക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. പുടിൻ സമാധാന നിർദ്ദേശം നിരസിച്ചതിനെ തുടർന്നാണ് യുഎസിന്റെ പിൻവാങ്ങൽ. റഷ്യ പിടിച്ചെടുത്ത യുക്രൈൻ മേഖലയിലെ യുഎസ് നിർദ്ദേശം അംഗീകരിച്ചില്ല. യുക്രൈന്റെ 1/5 ഭാഗവും റഷ്യൻ സൈന്യമാണ് ഇപ്പോൾ നിയന്ത്രിക്കുന്നതും. വിഷയത്തിൽ റഷ്യയുടെ നിലപാട് വ്യക്തമാണ്. യുക്രൈൻ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകുമോ എന്ന് കണ്ടറിയണം. നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിനും സമാധാന ചർച്ചകളിലെ തകർച്ചയ്ക്കും ഇനി പറയുന്നവ ഉൾപ്പെടെ സാധ്യതയുള്ള പ്രത്യാഘാതങ്ങളാണ് മുന്നിലുള്ളത്. ഇതിനകം തന്നെ വലിയൊരു മാനുഷിക പ്രതിസന്ധിയിലേക്ക് സംഘർഷം നയിച്ചിട്ടുണ്ട്. നിരവധി ആളുകൾ കുടിയിറക്കപ്പെട്ടു. സമാധാന കരാറിലെത്തുന്നതിൽ പരാജയപ്പെടുന്നത് അക്രമം കൂടുതൽ രൂക്ഷമാകുന്നതിലേക്ക് നയിച്ചു. ഇതിന്റെ ഫലമായി കൂടുതൽ ജീവഹാനിയും നാശവും സംഭവിച്ചിട്ടുണ്ട്. ഇനിയും അത് തുടരാനുള്ള സാധ്യത കൂടുതലാണ്. സംഘർഷ മേഖലയിലും അതിനപ്പുറത്തും കൂടുതൽ അസ്ഥിരതയ്ക്കുള്ള സാധ്യത ഉൾപ്പെടെ ആഗോളതലത്തിൽ കാര്യമായ പ്രത്യാഘാതങ്ങളുണ്ട്. റഷ്യ യുക്രൈൻ സമാധാന ചർച്ചകളിൽ നിന്ന് യുഎസ് പിന്മാറിയത് നിലവിലുള്ള സംഘർഷത്തിലെ മറ്റൊരു അധ്യായത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. സംഘർഷത്തിന് പരിഹാരം ചർച്ച ചെയ്യുന്നതിലെ വെല്ലുവിളികളും ഇരുപക്ഷവും വ്യക്തമായ നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും യുഎസിന്റെ തീരുമാനം എടുത്തു കാണിക്കുന്നു. സമാധാന ചർച്ചകളുടെ ഭാവിയും സംഘർഷങ്ങൾക്കുള്ള സാധ്യതയും അനിശ്ചിതത്വത്തിലാണ്.